ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒന്നരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ നോമ്പും നിസ്കാരവും ജുമുഅയും ഖുതുബയും മറ്റമലുകളെല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ബന്ധുമിത്രാദികളോടൊപ്പം സ്നേഹജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഈ സംഗമം അള്ളാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ. ആമീൻ. സുദീർഘമായൊരു പ്രഭാഷണമല്ല. പരിശുദ്ധ റമദാനിലെ റഹ്മത്തിൻ്റെ 10-ൽ 60% അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ റമദാൻ കൊണ്ട് നമ്മൾ ഈ ഘട്ടകാലത്ത് എന്തൊക്കെയാണ് അർത്ഥമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയ സമയത്ത് മാത്രം ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും മനുഷ്യരാവാനുള്ള ആഗ്രഹത്തിലാണ്. മനുഷ്യക്കോലമുള്ള ആളുകൾ യഥാർത്ഥ മനുഷ്യ സ്വരൂപത്തിൽ നിന്ന് പല കാരണങ്ങളാൽ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരു കാലം. 2 മാസം കൊണ്ട് മാത്രം 63 കൊലപാതകങ്ങളാണ് കേരളത്തിലുണ്ടായത്. അതിൽ 50 ബന്ധുമിത്രാദികൾ തമ്മിലായിരുന്നു. അതിൽ 37 ലഹരിയുടെ കാരണത്താലായിരുന്നു. മനുഷ്യനല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യം. ഇത്തരമൊരു സന്ദർഭത്തിൽ റമദാൻ നൽകുന്ന മെസ്സേജ് എന്തായിരിക്കും? പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നിർബന്ധമാണെന്ന് കുറിക്കുന്ന സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തിൽ റമദാനിൻ്റെ നോമ്പിൻ്റെ ഫലമായിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായിത്തീരുമെന്ന്. പരിശുദ്ധമായ റമദാൻ കൊണ്ട് നമ്മൾ നേടേണ്ടത് തഖ്വയിലൂടെയുള്ള ജീവിതമാണെന്ന് റമദാനിൻ്റെ നിർബന്ധ ശാസന പറയുന്ന ആയത്തിൽ തന്നെ അള്ളാഹു പറയാം. ഇവിടെയാണ് മനുഷ്യൻ തഖ്വയെക്കുറിച്ച് പഠിക്കേണ്ടതും തഖ്വയുടെ മാർഗമായി പരിശുദ്ധ റമദാനിനെ എவ்விധത്തിലേക്ക് നമുക്ക് മാറ്റണം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 282 ഇടങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. തഖ്വയും അതിൽ നിന്ന് നിഷ്പന്നമാകുന്ന കൽപ്പനക്രിയയും മറ്റ് ക്രിയകളും, മൊത്തം തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 282-ലധികം ഖുർആനിൽ കാണാൻ പറ്റും. അടിക്കടി നമ്മളോട് മാത്രമല്ല, പൂർവികമായ സമൂഹത്തോടും അള്ളാഹു തഖ്വയെക്കുറിച്ച് പറഞ്ഞു. നമ്മളോട് മാത്രമല്ല, പൂർവികരാകുന്ന സമൂഹത്തോടൊക്കെയും പടച്ച റബ്ബ് തഖ്വയെക്കുറിച്ച് തന്നെ പറഞ്ഞു. അവരോടും തഖ്വ കൊണ്ട് കൽപ്പിച്ചു എന്ന് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഈ തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രീതി, തഖ്വയ്ക്ക് വിവിധങ്ങളായ സ്റ്റേജുകളുണ്ട്. അള്ളാഹു അല്ലാത്ത ഒരു ചിന്തയും മനസ്സിലേക്ക് വരാതെ മനസ്സിനെയും ശരീരത്തിനെയും സമ്പൂർണ്ണമായി സൂക്ഷിക്കുന്ന അതിമിടുക്കരാകുന്ന പൂർവികരൊക്കെ അനുവർത്തിച്ചൊരു തഖ്വയുടെ രീതിയുണ്ട്. ആ തഖ്വയെക്കുറിച്ചാണ് ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ എന്ന് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരാകുന്ന ഔലിയാക്കൾ മുത്തഖീങ്ങളാണെന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ രൂപം അവർ വെച്ചു പുലർത്തുന്നു എന്നർത്ഥം. തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നു. ഇംതിസാലു ആമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണാർത്ഥത്തിൽ പാലിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ സമ്പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തലും. ഇതാണ് തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനം. ഇതിൽ നിന്നാവണം തഖ്വയുടെ പുരോഗതികളും വ്യത്യസ്തങ്ങളായ സ്റ്റേജുകളും ആരംഭിക്കേണ്ടത്. പരിശുദ്ധമായ റമദാൻ നിരവധിയായ തവണ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഗതമായിട്ടും ഈ ഒരു തലത്തിലേക്കെങ്കിലും ഉയരാൻ നമ്മളേക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതേക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഏകദേശം തുടങ്ങിയ ഈ വർഷത്തെ റമദാൻ ഏവിധത്തിലേക്ക് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ പരിവർത്തിപ്പിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. വലിയൊരു പ്രഭാഷണമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പല ജാതി തഖ്വകൾ ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഇംതിസാലു അംരില്ലാഹി വജ്തിനാബു നവാഹി എന്ന് വെച്ചാൽ ഒരു റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ ഒരു ശൈലിയിലേക്ക് എത്തിച്ചേരണം. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കുക, അള്ളാഹു വിരോധിച്ചത് സമ്പൂർണ്ണമായി മാറ്റിവെക്കുക. ഇതിന് സാധിക്കാൻ പറ്റുന്ന ഗംഭീരമായൊരു പരിശീലന പീരീഡാണ് റമദാൻ. നമുക്കറിയാം, ഒരു വർഷം കൊണ്ട് 30 നോമ്പെടുത്ത് തീർത്താൽ റമദാനിലെ നോമ്പാവൂല. ഒരിക്കലും അത് സാധ്യമേ അല്ല. നേരെ മറിച്ച് തുടർച്ചയായ ഒരു മാസം ഒഴിവാവാതെ നമ്മളത് ചെയ്യണം. എന്തിനാണ്?
റമദാൻ മുന്നോട്ട് വെക്കുന്ന തഖ്വയുടെ പരിശീലനം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറാൻ, റമദാനാനന്തര ജീവിതത്തിലും പിന്നെ അത് തന്നെ തുടരാൻ. അതുകൊണ്ടാണ് റമദാൻ സ്വീകാര്യമായോ അല്ലേ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചില ചർച്ചകളിൽ പൂർവികരാകുന്ന മഹത് പണ്ഡിതന്മാർ റമദാനിൻ്റെ മുന്നേയുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും തമ്മിൽ സമൂലമായി മാറ്റമുണ്ടെങ്കിൽ ആ റമദാൻ സ്വീകരിച്ചു എന്ന് പറയണത്. ഹജ്ജിനെ കുറിച്ചും അങ്ങനെയുള്ള ചർച്ചകൾ കാണാം. ഹജ്ജിന് പോകുന്നതിൻ്റെ മുന്നേയുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും ആത്മീക തലത്തിൽ വലിയ മാറ്റമുണ്ട്. മുമ്പുണ്ടായിരുന്ന അനർത്ഥങ്ങളെല്ലാം മാറുന്നു. മുമ്പ് സമയം കൊന്നുകൊണ്ടിരുന്ന എല്ലാ വിനോദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. നിസ്കാരത്തിലും ആരാധനകളിലും കൂടുതൽ തൃപ്തിയും സന്തോഷവും വരുന്നു. അങ്ങനെ വന്നാൽ ഹജ്ജ് സ്വീകരിച്ചു എന്നാണ്. ഏകദേശം അതേ മാനദണ്ഡമാണ് പരിശുദ്ധ റമദാനിൻ്റെ സ്വീകാര്യതക്കും പൂർവികരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. റമദാനിൻ്റെ മുന്നേയുള്ള ജീവിതത്തിൽ നിന്ന് സമ്പൂർണമായൊരു മാറ്റം ശേഷമുള്ള ജീവിതത്തിൽ കണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഈ തഖ്വയുടെ പരിശീലനം ഈ ഒരു മാസം കൊണ്ട് സാധ്യമായി എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയല്ലാത്ത നോമ്പിനെ വിമർശിച്ചുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ ഒരു സന്ദേഹമില്ലാത്ത വിധം പച്ചക്ക് പറഞ്ഞൊരു ഹദീസുണ്ട്. മല്ലം യദഉ ഖൗല അസ്സൂർ വൽ അമല ബിഹി വലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു. വൃത്തികെട്ട വാക്കും പ്രവൃത്തിയും മാറ്റിവെക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ പട്ടിണി കിടക്കേണ്ട കാര്യമേ ഇല്ല. തീർത്തും അലങ്കാരികല്ല ഇത്. വളരെ വ്യക്തമായ രീതിയിൽ അള്ളാഹുവിന് ഇത്തരം ആളുകൾ പട്ടിണി കിടക്കേണ്ട യാതൊരു താല്പര്യമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ തഖ്വയുടെ ഒരു പരിശീലനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. തഖ്വയുടെ ഏറ്റവും അടിസ്ഥാന ഘടകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിൽ പലജാതി മനുഷ്യ വിമോചനത്തിൻ്റെ മാർഗത്തെയും തഖ്വയോട് ബന്ധപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഭക്ഷണം എന്ന രീതിയിൽ തഖ്വ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹജ്ജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സൂറത്തുൽ ബഖറയുടെ 197 വാക്യത്തിൽ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ പാഥേയം തയ്യാറാക്കണം, യാത്രയ്ക്ക് വേണ്ട. ഒരാളെയും ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആർജിച്ചെടുക്കണം. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല യാത്രാ സാമഗ്രികൾ, ഭക്ഷണ പദാർത്ഥം, ദീർഘമായ യാത്രക്ക് ആവശ്യമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ ശ്രേഷ്ഠമായത് തഖ്വയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ അനുനിമിഷവും തഖ്വയിലൂടെ തന്നെ കൊണ്ടുപോകണം. ഭക്ഷണത്തിൻ്റെ സുലഭത നമ്മളെക്കുറിച്ച് സന്തോഷമാണ്, പക്ഷെ തഖ്വയിലൂടെയാവണം അതിൻ്റെ ഉപയോഗം. യാത്രാ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകുന്ന നിഅമത്തുകളെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധമായ ഒരു വാക്യത്തിൽ യാത്രാ സംവിധാനത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെയും തഖ്വയിൽ അധിഷ്ഠിതമാവണം. ഖുർആനിൽ കുറച്ചുകൂടെ താഴേക്ക് പോകുന്നതാണ് സൂറത്തുൽ അറാഫിൻ്റെ 26 വാക്യം. അവിടെ വസ്ത്രത്തെയാണ് തഖ്വയോട് ഉപമിക്കുന്നത്. വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ തഖ്വയുടെ വസ്ത്രമാകുമ്പോൾ അള്ളാഹു കൽപ്പിച്ചതും അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതും മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു വിരോധിച്ചത് ഒരിക്കലും അവൻ്റെ ഡ്രസ്സിൽ വരൂല, അവൻ്റെ വിചാരങ്ങളിൽ വരൂല, അവൻ്റെ തീരുമാനങ്ങളിലൊന്നും റബ്ബിന് വിരുദ്ധമായതൊന്നും കടന്നു വരൂല. വസ്ത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യനെ സംരക്ഷിക്കാനുള്ളത്. ഖുർആൻ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്, ചൂടിൽ നിന്നും മറ്റും സംരക്ഷിക്കാൻ. പുരുഷനെയും സ്ത്രീയെയും ഭാര്യ ഭർത്താക്കന്മാരാകുന്ന ഘട്ടത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ പരസ്പരം വസ്ത്രമാണെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളൊക്കെ അറിയുന്ന വളരെ പ്രസിദ്ധമായ സൂക്തം. എന്താണ് ഒരു വസ്ത്രത്തിൻ്റെ ധർമ്മം? പരസ്പരം സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ചൂടിൽ നിന്ന് സംരക്ഷിക്കും, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അവൻ്റെ നൈസർഗികമായ ജീവിതം, അവൻ്റെ ആത്മികമായ ജീവിതം. അതിന് പുരുഷൻ സ്ത്രീക്കും സഹായകമായി തീരും. ഔറത്ത് വെളിപ്പെടുന്നതിൽ നിന്ന് സഹായിക്കും. അന്യൻ്റെ മുന്നിൽ പോയി എന്ത് പേരിട്ട് വിളിച്ചാലും അധർമ്മമായ രീതിയിൽ ലൈംഗിക വൃത്തി നടത്തുന്നതിന് ഭാര്യ തടയിടും. വസ്ത്രം പൊതുവെ മനുഷ്യനെ സംരക്ഷിക്കും. ഇത് ഖുർആന്റെ മറ്റൊരിടത്തെ സൂചനയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വസ്ത്രം തഖ്വയായി മാറണമെന്ന് ഖുർആൻ പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതേത് കർമ്മമുണ്ടോ അതെല്ലാം തഖ്വയിൽ അധിഷ്ഠിതമാവണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ 13 വാക്യത്തിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതന്മാർ തഖ്വയുള്ളവരാണെന്ന് പറയുന്നു. സൂറത്തുൽ അറാഫിന്റെ 133 വാക്യത്തിൽ
സ്വർഗം മുത്തഖീങ്ങളാകുന്ന തഖ്വക്കാർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സാരിഉലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്ന അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. സ്വർഗം തയ്യാറാക്കി വെച്ചത് മുത്തഖീങ്ങൾക്കാണ്. മനുഷ്യന്റെ ഭൗതികവും ആത്മികവുമായ എല്ലാ വിജയത്തെയും പടച്ച റബ്ബ് തഖ്വയിൽ ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ തഖ്വയുടെ പരിശീലനമാണ് പരിശുദ്ധ റമദാൻ. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് റമദാനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ ആവർത്തിക്കുന്നില്ല, സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റണം. റമദാൻ കഴിയുമ്പോഴേക്ക് ആ തലത്തിലേക്ക് എത്തണം എന്ന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അസ്റാർ സൗം എന്ന പേരിലാണ് റമദാൻ വിശദീകരിക്കുന്നത്. സൗമിൻ്റെ ഉത്സാരങ്ങൾ എന്ന്. ഈ കാണുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പട്ടിണി കിടക്കുക എന്നതിനപ്പുറം നോമ്പ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ആത്മിക പുരോഗതികൾ എന്ന് അവിടുന്ന് 3 വിധത്തിൽ നോമ്പിനെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പട്ടിണി കിടക്കൽ, നമ്മളൊക്കെ ചെയ്യുന്ന പതിവ് നോമ്പ്. ഇത് വലിയ പ്രാധാന്യമുള്ള നോമ്പായിട്ട് അവിടുന്ന് പറയണില്ലേ. രണ്ടാമതായി അവിടുന്ന് പഠിപ്പിക്കുന്ന VIP-കളുടെ നോമ്പാണ് ഖവാസാകുന്ന ഇബാദിന്റെ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് തഖ്വയിലേക്കുള്ള ബന്ധം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഇമാമുന ഗസാലി പറയുന്നു, എന്താണ് ആ ടീമിന്റെ നോമ്പിന്റെ പ്രത്യേകത? രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ പട്ടിണി കിടക്കുന്നു, സാധാരണ പോലെ നിയത്ത് വെക്കുന്നു, ഫർളും ഷർത്തും ഒക്കെ പാലിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അവരുടെ ശരീരത്തിലെ ഒരു ഭാഗം കൊണ്ടും ഒരു ഹറാമും അവർ സമ്മതിക്കാതിരിക്കുന്നു. ഒരു ഹറാമും വരൂല. കൈകൊണ്ട് ഹറാമ് ചെയ്താൽ കൈയിൻ്റെ നോമ്പ് മുറിഞ്ഞു പോയി അവർ തീരുമാനിക്കും. കണ്ണുകൊണ്ട് അഹിതമായ ഒരു കാര്യം കണ്ടുപോയാൽ കണ്ണിൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് അവരങ്ങോട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ കൽബിനെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും. ഈ ഒരു നോമ്പിനെ കുറിച്ചാണ് VIP-കളുടെ നോമ്പ്, ഖവാസിന്റെ നോമ്പ് എന്ന് ഇമാമുന ഗസാലി തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു തലത്തേക്കെങ്കിലും നോമ്പ് എത്തുമ്പോഴാണ് തഖ്വയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നന്മകൾ മുഴുവൻ പാലിക്കണം, തിന്മകളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. ഇതാണ് തഖ്വ. ഇമാമുന ഗസാലി രണ്ടാമതായി പരിചയപ്പെടുത്തുന്ന നോമ്പാണ് ആ തലത്തിലേക്ക് എത്തുന്നുള്ളൂ. അവരുടെ ഒരു ശരീരഭാഗം കൊണ്ടും അവർ ഹറാമ് ചെയ്യൂല, കൽപ്പനകൾ മാത്രം പാലിക്കും, ജീവിതത്തിൽ കൊണ്ടുവരും. ഇതും കഴിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് നോമ്പിനെ ഇമാമുന ഗസാലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് VIP-കളുടെ നോമ്പാണ്, അഖസ്സുൽ ഖവാസിന്റെ നോമ്പ്. അവരുടെ ഹൃദയത്തിൽ പോലും അല്ലാഹു അല്ലാത്തൊരു ചിന്ത കടന്നു വരില്ല എന്ന്. നോമ്പിന്റെ ഫർളും ഷർത്തും പാലിക്കുമെന്ന ഒന്നാം ടീമിൻ്റെതും അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഒരു ഹറാമും പ്രവർത്തിക്കില്ലെന്ന രണ്ടാം വിഭാഗത്തിൻ്റെതും പൂർണ്ണമായി അനുഷ്ഠിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തൊരു ചിന്ത പോലും അവരുടെ മനസ്സിലേക്ക് കടന്നു വരില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലും സന്തോഷത്തിലും റബ്ബിനെക്കുറിച്ചുള്ള വിചിന്തനത്തിലും റബ്ബിനെക്കുറിച്ചുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പഠനത്തിലുമായിട്ട് അവർ ജീവിതം മാറ്റിവെക്കും. ഈ നോമ്പുകാരന് മനസ്സിൽ അള്ളാഹ് അല്ലാത്തൊരു ചിന്ത വരുമ്പോഴേക്ക് നോമ്പ് മുറിയുന്നു. അങ്ങനെയാണ് മഹാപണ്ഡിതന്മാരൊക്കെ ജീവിച്ചതെന്ന് നമുക്ക് അവരുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ ചിന്തയിലേക്ക് റബ്ബേ നീയല്ലാത്തൊരു വിചാരം കടന്നു വന്നാൽ അതോടുകൂടെ മുർത്തദ്ദായി എന്ന് ഞാനങ്ങ് പ്രഖ്യാപിക്കുമെന്ന് ഇബ്നുൽ അറബി തങ്ങളെ പോലെയുള്ളവരൊക്കെ പാടി നടന്നത് കാണാം. പരിശുദ്ധ റമളാൻ കൊണ്ട് ഈ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റിയാൽ ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ഔലിയാക്കളെന്ന് പരിചയപ്പെടുത്തിയ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് മാറാൻ കഴിയുന്നു. പതിയെ പതിയെ ഓരോ തഖ്വയുടെ ഘട്ടത്തെയും റമളാൻ വഴി അതിജയിക്കാനും എത്തിപ്പെടാനുമുള്ള ശ്രമമായിരിക്കണം ഞാനും എൻ്റെ പ്രിയപ്പെട്ട സദസ്യരും ഈ റമളാനിൽ ഓരോ നിമിഷവും ആലോചിക്കേണ്ടത്. റമളാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനം നോ പറയുക എന്നതാണ്. ഇന്ന് ലോകം അർത്ഥമാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഇന്ന് ലോകത്ത് ഇല്ലാതെയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മവും അതാണ്. എത്രയെത്ര വഴികേടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദർശപരമായും ധാർമ്മികമായും മറ്റ് ഏതൊക്കെ രീതിയുണ്ടോ അങ്ങനെയൊക്കെയും. ഒരു മനുഷ്യൻ നമ്മളെ വന്ന് തെറ്റിലേക്ക് പ്രലോഭിപ്പിക്കുമ്പോൾ നോ പറയാനുള്ള ശക്തിയാണ് ആഖിറത്തെ വിചാരിക്കുന്ന ഒരാൾക്ക് വേണ്ടത്. നോമ്പ് അതാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. നല്ല ഭക്ഷണമുണ്ട് വീട്ടിൽ, നമുക്കത് വേണ്ടുവോളം ഭക്ഷിക്കാനും പറ്റും. എല്ലാ പ്രലോഭനങ്ങളും ആ ഭക്ഷണത്തിലേക്ക് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ നോ പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എത്ര കാലം
ഇപ്പൊ ഈ ഡെൻമാർക്ക് പോലെയുള്ള നോർവേ പോലെയുള്ള നാടുകളിലൊക്കെ 20 മണിക്കൂറാണ് ഈ വർഷം റമദാനുള്ളത്. നോമ്പ് പകൽ 20 വർഷം 20 മണിക്കൂർ. എത്രമേൽ അവർ കഷ്ടപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും അവർ ഹാപ്പി റമദാൻ എന്നും പറഞ്ഞിട്ട് പള്ളികളിൽ വളരെ സജീവമാകുന്നുണ്ട്. 20 മണിക്കൂർ അവർ പരിശീലിച്ചു കൊണ്ടേയിരിക്കുകയാണ് എല്ലാ ദിവസവും നോമ്പ് കയ്യുവോളം. എന്തിന്? ഭക്ഷണത്തിന്റെ പ്രലോഭനത്തിനെതിരെ, വെള്ളത്തിന്റെ പ്രലോഭനത്തിനെതിരെ. ഭാര്യയുണ്ട്, സർവം സഹയാണ്, എല്ലാം സമർപ്പിക്കുന്ന ഭാര്യയുണ്ട്, നമ്മുടെ തൊട്ടധീനത്ത് അവളുണ്ട്. പക്ഷെ അവളുമായി ലൈംഗികമായൊരു താല്പര്യത്തിനും നോമ്പുകാരൻ മുതിരുന്നില്ല, നോ പറയുന്നു. ജീവിതത്തിൽ ഉടനീളം ഇത് ആവശ്യമായി വരും. നമ്മളെ പ്രലോഭിപ്പിക്കാൻ ഏതൊക്കെ അധർമ്മങ്ങളുണ്ടോ, നമ്മുടെ വഴിത്താരയിൽ തഖ്വയിലേക്കുള്ള മുന്നേറ്റത്തിന് തടസ്സമായി ഏതൊക്കെ രീതിയിലുള്ള പ്രവണതകളുണ്ടോ, അതിനോടൊക്കെ നോ പറയാൻ പരിശുദ്ധ റമദാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നു. ഇന്ന് ഒരൊറ്റ ദിവസത്തെ, ഒരൊറ്റ നിമിഷത്തെയൊക്കെ അശ്രദ്ധ കൊണ്ടാണ് പല ചെറുപ്പക്കാരുടെയും ജീവിതം സമൂലം മാറിപ്പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വയലൻസുകളുടെ കാര്യം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വളരെയേറെ മനോഹരമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായ ചാനലുകളൊക്കെ വന്നിട്ട് അരമണിക്കൂറോളം അതേക്കുറിച്ച് തൻ്റെ ആത്മകഥ പറഞ്ഞു. 23 വയസ്സ് വരെയും സിഗരറ്റ് പോലും അയാൾ ഉപയോഗിച്ചിട്ടില്ല. 23 വയസ്സെന്ന ദീർഘ പീരീഡ്, അതുവരെ അദ്ദേഹം സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു യാത്ര തീരുമാനിക്കുന്നു. കുറേ ദൂരത്തേക്കൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്, വെറുതെ ഒന്ന് കടൽ കാണാൻ. അവരങ്ങനെ സംസാരിച്ച് കടപ്പുറത്തിരിക്കുന്ന സമയത്താണ് ഇതിൽപ്പെട്ട ഒരാൾ ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാസമയക്കുമരുന്നാകുന്ന MDMA ഈ കുട്ടിക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമൊക്കെ അവൻ ദുർബലമായ രീതിയിൽ നോ പറഞ്ഞു നോക്കി. പക്ഷെ അവരതിൻ്റെ മഹത്വം പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദുർബലമായ ഘട്ടത്തിൽ തൻ്റെ പ്രതിരോധം തകർന്നു പോയപ്പോൾ ആ ചെറുപ്പക്കാരൻ അതൊന്നും ഉപയോഗിക്കുന്നു. പിന്നീട് അവൻ്റെ കഥ അവൻ തന്നെ പറയുന്നുണ്ട്. അതില്ലാതെ പിറ്റേ ദിവസം മുതൽ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കുറേ ചെറുപ്പക്കാരുണ്ട് ഈ സാഹസം. അതില്ലാതെ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കേരളത്തിൽ 11 ടൈപ്പ് മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വ്യാപകമായി പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. ബന്ധുക്കൾ ഒന്നിച്ചു പോയി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ അവനത് നിർബന്ധമായപ്പോൾ സ്വാഭാവികമായും അവൻ അതിൻ്റെ വിൽപ്പനക്കാരനായി മാറി. ആ വിൽപ്പനക്കാരനായി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ വന്ന് വാങ്ങുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദമ്പതികൾ വന്ന് ഒന്നിച്ചു മേടിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആങ്ങളെയും പെങ്ങളും സഹോദരി സഹോദരന്മാർ വന്ന് മേടിച്ചു കൊണ്ടുവന്നതും പറയുന്നുണ്ട്. ഇത്രമേൽ വ്യാപകമായ ഈ ഒരു അനർത്ഥം കേരളത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കുറേ സംഗതികൾ, 727 ബാറുകളാണ് പുതിയത് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കുടിമുട്ടരുത് എന്ന് കരുതിയിട്ട് തമിഴ്നാട്ടിൽ തന്നെ വിപുലമായ രീതിയിൽ, തമിഴ്നാട്ടിലല്ല തമിഴ്നാടിന് ചേർന്ന് പാലക്കാട് ജില്ലയിൽ വിപുലമായ രീതിയിൽ ഇത് നിർമ്മിക്കാനുള്ള ഫാക്ടറിയും വരുന്നു. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിക്കുക. ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവില്ലേ? ഓരോ ചെറുപ്പക്കാരനും പരിശുദ്ധ റമദാനിൽ നിന്ന് നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അവൻ്റെ വിജയത്തിന് വിഘാതമാകുന്ന എല്ലാത്തിനോടും എതിർപ്പ് പറയുക എന്നതാണ്. പരിശുദ്ധ റമദാൻ നമ്മളെ അതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഇത് ഞാൻ ഇനിയും പരത്തി പറയേണ്ടതില്ല. വൈകുന്നേരം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10-14 മണിക്കൂറേ നോമ്പുള്ളൂ. എങ്കിലും ഈ ഒരു സീസണിൽ നമുക്കത് തീർത്തും പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാനും ഭാവിയിൽ അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്താനും സാധിക്കണം. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജായിട്ട് അത് സ്വീകരിക്കുക. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ. എന്താണ് റമദാൻ്റെ പ്രത്യേകത? ഖുർആൻ അവതരിച്ചു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത്. എന്താ ഖുർആൻ്റെ പ്രത്യേകത? നമ്മൾ ഏറ്റവും കൂടുതൽ ഉന്നതരായി നിലകൊള്ളുന്നത് ആ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സമൂഹം എല്ലാവരേക്കാളും മികച്ചു നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികത കൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എതിർത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എന്ന ഒരു കളങ്കവുമില്ലാത്ത വേദം നമ്മുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത എത്രയോ പ്രത്യേകത. നമ്മുടെ സദസ്സിൽ നിരവധിയായ ഹാഫിളുകളുണ്ട്. ലോകത്തുള്ള ഏത് വേദഗ്രന്ഥം എന്ന് പറയുന്ന
പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ അനുയായികളിൽ ഒരാൾ പോലും അത് കാണാതെ പഠിച്ചവരായി ഇന്ന് ലോകത്ത് നിലവിലില്ല. അവകാശവാദമല്ല, അതാണ് വസ്തുത. നേരെമറിച്ച് ഈ സാസിൽ തന്നെ എത്ര ഹാഫിളുമാരുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ലോകാടിസ്ഥാനത്തിൽ 2 കോടിയിലേറെ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച, ചെറിയൊരു ഗ്രന്ഥമല്ല, 600 പേജിലേറെ വരും, അത് മുഴുവൻ കാണാതെ പഠിച്ച 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ റബ്ബ് തന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞ ആ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി പരിശുദ്ധ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ വിദ്യാർത്ഥികൾ പറയുണ്ട്. ഏതെങ്കിലും ഒരു ഭീകരൻ വന്ന് ഖുർആനിൻ്റെ എല്ലാ കോപ്പികളും കണ്ടുകെട്ടി ഖുർആനുമായി ബന്ധപ്പെട്ട ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്താലും പിറ്റേ ദിവസമാകുമ്പോഴേക്ക് അത് കൃത്യമായി പ്രിൻ്റ് ചെയ്തിറക്കാൻ ഈ ഒരു സമൂഹത്തിന് മാത്രം സാധ്യമാണ്, മറ്റാർക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും, ഖുർആൻ്റെ വിശദീകരണമാണ് ഹദീസ്. ഈ ഹദീസിനെതിരെയുള്ള വലിയ പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. ഷിയായിസം കുത്തിവെക്കാനുള്ള രീതി വേറെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹദീസിൽ സംശയങ്ങളുണ്ടാക്കി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധികാരികത നശിപ്പിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലും ലോകാടിസ്ഥാനത്തിലും നടന്നു വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ റമദാനിൽ ഖുർആൻ അവതരിപ്പിച്ചുവെന്നും ഖുർആനിൻ്റെ മാസമെന്നും അള്ളാഹു പ്രത്യേകം പറയുമ്പോൾ ഖുർആനിലേക്ക് അടുക്കാനുള്ള ഒരു മാസമായി നമ്മൾ ഇതിനെ സ്വീകരിക്കുക തന്നെ വേണം. പാരായണം ചെയ്യൽ വലിയ പുണ്യാണ്. സാധാരണഗതിയിൽ നമ്മളൊരു അക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയും. അത് അങ്ങനെ തന്നെയാകുന്നത് ഏറ്റവും മിനിമം സൈസ് പ്രതിഫലം കാണുമ്പോഴാണ്. നേരെ മറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഗസാലി ഇഹ്യാ ഉലുമുദ്ദീനിൽ ഉദ്ധരിക്കുന്ന ഒരു കാര്യം, ഒരാൾ നിന്ന് നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരക്ഷരത്തിന് 100 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. ഒരക്ഷരത്തിന് 100 ഇരട്ടി പ്രതിഫലം കിട്ടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ദീർഘമായി നിസ്കരിക്കുമ്പോൾ തന്നെ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തത്. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാകുമ്പോൾ നബിയെ തുടർന്ന് തഹജ്ജുദിനൊന്ന് നിസ്കരിക്കാൻ കൂടിയ കഥ അവിടുന്ന് പിന്നെ കൗതുകത്തോടെ പറയുന്നുണ്ടല്ലോ. ഉലമാക്കൾ ധാരാളം ഉണ്ട്, അവർക്കൊക്കെ അതറിയാം. ആദ്യം തന്നെ പോയി ഇടതുവശത്താണ് അനസ് റളിയല്ലാഹു അൻഹു നിന്നത്. നബി തങ്ങൾ മെല്ലെ തിരിച്ചിട്ട് വലതുവശത്തേക്കാക്കി. ഫാത്തിഹയ്ക്ക് ശേഷം റസൂൽ തങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നി, ഒരു 100 ആയത്തൊക്കെ എത്തുമ്പോൾ നിർത്തുമായിരിക്കും. 100 കഴിഞ്ഞു പോയി. എന്നാൽ അൽബഖറ കഴിയുമ്പോൾ നിർത്തുമെന്ന് വിചാരിച്ചു. സൂറത്തു ആലിമ്രാൻ തുടങ്ങി, അത് കഴിയുമ്പോൾ നിർത്തുമായിരിക്കും. സൂറത്തു നിസാ തുടങ്ങി. ഇതിങ്ങനെ സ്പീഡിൽ അടിച്ചു പോണ ഒത്തല്ല, ആസ്വദിച്ച് മനോഹരമായി ലയിച്ച് ചേർന്ന ഒത്ത്. റഹ്മത്ത് വരുന്നിടത്തെല്ലാം അതിനെ തേടിക്കൊണ്ടുള്ള ഒത്ത്. അദാബിൻ്റെ സൂക്തങ്ങൾ വരുമ്പോൾ കാവൽ തേടിയുള്ള ഒത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒത്തങ്ങനെ മുറുകിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അത്താ ഹമംതുഹു ബിസ്സൂ, അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഒരു വേണ്ടാത്ത വിചാരം പോലും എനിക്കുണ്ടായി. സഹാബത്ത് ചോദിച്ചു, എന്ത് വിചാരം? അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വന്തം നിസ്കരിച്ച് വേഗം പിരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചു, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അതിനുശേഷം റസൂൽ തങ്ങളുടെ റുക്കൂവിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹ്വം മിൻ ഖിയാമിഹി, ഈ നിന്നത്ര തന്നെ. പിന്നെ സുജൂദ്, നഹ്വം മിൻ ഖിയാമിഹി, നിന്നത്ര സുജൂദ്, ആസ്വദിച്ച് നിസ്കരിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സൂറത്ത് മുസമ്മിലിൻ്റെ അവസാന സൂക്തത്തിൽ ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ, രാത്രിയെ 3 പകുത്ത് 2 ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നുവെന്ന് അങ്ങയുടെ റബ്ബിനറിയാം. രാത്രിയെ 3 ഓഹരി വെക്കുക, അതിൻ്റെ 2 ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കും. അങ്ങനെയാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹയൊക്കെ വന്നിട്ട് ചോദിക്കുന്നത്, കാല് കയക്കോളം എന്തിനാ അങ്ങനെ നിസ്കരിക്കുന്നു? അങ്ങനെ രാത്രിയെ സജീവമാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിക്കുന്നത് കൊണ്ടാണ് ഇമാമുന അബൂസൂരിയൊക്കെ ലലംതു സുന്നത മൻ അഹ്യല്ലലാമ ഇദാ എന്ന് ബൈത്ത് ചൊല്ലുന്നത്. പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റേതുകൂടെയാണ്. നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ അതിന് 100 ഇരട്ടി പ്രതിഫലമുണ്ട്. റമദാനിൽ അല്ലാത്തപ്പോഴും ഉണ്ട്. റമദാനിൽ അതിന് കനം കൂടിക്കൊണ്ടേയിരിക്കും. ഇരുന്ന് നിസ്കരിക്കുമ്പോഴാണെങ്കിൽ 50 ഇരട്ടി പ്രതിഫലം. നമ്മൾ നിസ്കാരത്തിലല്ലാതെ ഒലുവൊക്കെ എടുത്ത് വേണം കരുതി ഓതുകയാണെങ്കിൽ 25 ഇരട്ടി. ഒലു ഒന്നുമില്ലാതെ ഒരു വെറും ഓത്ത് ഓതുന്നതിനെ കുറിച്ചാണ് ലിക്കുല്ലി അറഫിൻ അശറു അംസാലിഹ, ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുന്നത്. അവിടുന്ന് ഹദീസ് പറയുന്നുണ്ട്, ലാഖൂലു ലക്കും അലിഫ് ലാം മീൻ ഹറഫ്. അലിഫ് ലാം മീൻ എന്ന് പറഞ്ഞാൽ ഒരക്ഷരമല്ല,
പിന്നെയോ അലിഫുൻ ഹറഫുൻ ലാമുൻ ഹറഫുൻ മീമുൻ ഹറഫുൻ. അലിഫ് ലാമ് മീം ഇത് ഒരർഫാണ്. നമ്മളത് പാരായണം ചെയ്യുമ്പോൾ 9 പ്രതിഫലത്തിലേക്ക് എത്തുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അലിഫ് എന്ന് പറയുമ്പോൾ 3 അക്ഷരമുണ്ട്, ലാമിലും 3, മീം എന്ന് പറയുമ്പോഴും 3 അക്ഷരമുണ്ട്. മൊത്തം 3 അക്ഷരം അ എന്ന് പറയല്ല നമ്മൾ, നേരെ വെച്ച അലിഫ് എന്നാണ് പറയണത്. അപ്പോൾ 3 അക്ഷരം വന്നു, മൊത്തം 9. അലിഫ് ലാമി എന്ന് പറയുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് 90 പ്രതിഫലം. ഇത് റമദാനാകുമ്പോൾ ഖനം കൂടും, പിന്നെയും പിന്നെയും വർധനമുണ്ടാകും. അപ്പൊ ഖുർആനിന്റെ മാസം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഈ റമദാനിനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ അവതരിച്ച മാസം. മറ്റു വേദങ്ങളും റമദാനിലാണെന്ന് നമുക്ക് ചില വിശദീകരണങ്ങളിൽ കാണാം. എന്തായാലും പരിശുദ്ധ ഖുർആൻ മാത്രമാണ് വായനയ്ക്ക് പ്രത്യേകമായ ആരാധനയായി കണക്കുള്ളത്. അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി, ഖുർആനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മുമ്പുള്ള വേദങ്ങളൊന്നും പാരായണം ചെയ്യുന്നത് സ്വതന്ത്രമായ ആരാധനയല്ല. വിജ്ഞാനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് പ്രതിഫലം കിട്ടുന്നത് പോലെ ആ വേദവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പഠിക്കുമ്പോൾ അതിനൊക്കെ ഒരു ഇൽമിൻ്റെ കൂലി കിട്ടും. നേരെ മറിച്ച് ഖുർആൻ സ്വതന്ത്രമായൊരു ഇബാദത്താണ് പാരായണം ചെയ്യൽ തന്നെയും. അങ്ങനെ വരുമ്പോൾ ഖുർആനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം, അത് കൂടുതൽ ആലോചിക്കാൻ കഴിയണം, ഖുർആനെ കുറിച്ച് പഠിക്കാനും കഴിയണം. പരിശുദ്ധ ഖുർആൻ അഭിമാനത്തിൻ്റെ സ്രോതസ്സായിട്ട് നമുക്ക് കാണാനും പറ്റണം. ഒരുവിധ വൈകല്യങ്ങളും വരാതെ 1500 വർഷം നിലനിന്നു. ഇനിയും അത് എന്നും നിലനിൽക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്. ഇനിയൊരു പ്രവാചകൻ വരാനേ ഇല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞ് വന്ന കുറേ ആളുകളൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ദുർബലമായ വാദവും അവരോടൊപ്പം തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇനിയും ചില ആളുകളൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഖാദിയാനിയായി നടന്നിരുന്ന 2 ആളുകൾ ഇപ്പോൾ മൊറീഷ്യസിൽ നബിമാരായിട്ട് വാദിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും വയനാട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരുത്തൻ. ആരൊക്കെ നബി എന്ന് വാദിച്ചാലും അവരാരും ഇനി നബിയേ അല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ അവസാനത്തെ പ്രവാചകരാണെന്നാണ്. 200-ലധികം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നല്ല, അത് സംബന്ധമായി പൂർവികർ പല ഗ്രന്ഥങ്ങളും രചിച്ചു. അത്തസ്രീഹു ബിമാ തവാത്തറ ഫീ നസൂഹിൽ മസീഹ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇത് തന്നെ സമർത്ഥിക്കാനുള്ളതാണ്. അപ്പോൾ ആരിനി നബി എന്ന് പറഞ്ഞു വന്നാലും അത് സ്വീകാര്യമേ അല്ല. ഹബീബായ നബിതങ്ങളാണ് അവസാനം വരെയുള്ള പ്രവാചകർ. അതുകൊണ്ട് റസൂൽ നബിയാണെന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. ഇതുവരെ ചരിത്രത്തിൽ ഖുർആൻ ഉന്നയിച്ച വെല്ലുവിളികൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഖുർആൻ മുന്നോട്ട് വെച്ച ആദർശങ്ങൾ അത് അങ്ങനെ തന്നെ തുടരുന്നു. 1500 വർഷം മുന്നേ അവതീർണമായൊരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരൊറ്റ വാക്യം പോലും ആധുനിക കാലത്തെ ഏറ്റവും പുതിയ ഗവേഷണങ്ങളോട് വിരുദ്ധമല്ല. ചെറുപ്പക്കാർ ശരിക്കും ആലോചിക്കണം. നമ്മുടെ വേദം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടെടുക്കുന്ന സംഭവം എന്താണെന്നതിനെ കുറിച്ച് നല്ലൊരു ബോധം നമുക്ക് വേണം. 1500 വർഷം മുന്നേ അവതരിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ പറഞ്ഞ ഒരൊറ്റ കാര്യവും ഈ ആധുനിക കാലത്ത് മനുഷ്യൻ കണ്ടെത്തിയ ഒരു സത്യസന്ധമായ നിയമത്തോടും വിരുദ്ധമേയല്ല. നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകം 5 വർഷം കൂടുമ്പോഴേക്ക് നിർബന്ധമായും മാറ്റിയിരിക്കും. എന്താ കാര്യം? അപ്പോഴേക്ക് ശാസ്ത്രലോകത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നവഗ്രഹങ്ങളായിരുന്നു 9 എണ്ണം. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ഈ കാലത്തോ 8 എണ്ണേ ഉള്ളൂ. ഒരു മാറ്റം ഞാൻ ഉദാഹരിച്ചതാണ്. ശാസ്ത്രരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് 5 വർഷമാകുമ്പോഴേക്ക് നമ്മുടെ സയൻസിൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ അത് പഠിക്കാൻ യോഗ്യമല്ലാതെ വരും. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് 5 വർഷം മുന്നേ അല്ല, 1500 വർഷം മുന്നേ. ഖുർആനിൽ പറയുന്ന ഒരൊറ്റ കാര്യവും ഇന്ന് കണ്ടുപിടിച്ച ശാസ്ത്രവുമായി വിരുദ്ധമേ അല്ല. ശാസ്ത്രത്തിൻ്റെ ചില നിഗമനങ്ങളുണ്ട്, അതേക്കുറിച്ചല്ല ഞാൻ പറയണത്. സത്യസന്ധമായി ശാസ്ത്രം തെളിയിച്ച ഒരു വസ്തുതയോടും ഖുർആൻ വിരുദ്ധമേയല്ല. എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരിൽ നിന്നൊക്കെയോ ഖുർആൻ കേട്ടെഴുതി കൊണ്ടുവന്നു എന്നുള്ള രീതിയിലുള്ള വ്യാജമായ പ്രചാരണങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വ്യാപകമായുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുമുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം അന്നത്തെ നല്ലൊരു ശാസ്ത്രാധ്യാപകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് സ്വകാര്യമായി കുറേ ശാസ്ത്രീയ വിജ്ഞാനം നേടുന്നു, അതൊക്കെ കൊണ്ടുവന്ന് ഖുർആനിൽ ചേർക്കുകയും ചെയ്യുന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക നമ്മൾ. അന്നത്തെ ഒരു പ്രമുഖനായ ശാസ്ത്രജ്ഞനെ കാണുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹത്തോട് കുറേ സയൻസിൻ്റെ വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു.
അത് പിന്നീട് വന്ന് ഖുർആനിൽ ചേർത്തിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ പല ഭാഗങ്ങളിലും ഖുർആൻ നമുക്കിന്ന് പരസ്യമായി ഓതാൻ പറ്റൂലായിരുന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് എടുത്തു ചാടേണ്ടി വരും. കാരണം അതിൽ നിന്നൊക്കെ മാറി ശാസ്ത്രലോകം എവിടെയോ എത്തിപ്പോയി. ഒരു ഉദാഹരണം പറയാം. റസൂൽ തങ്ങൾ ഖുർആനുമായി കടന്നു വരുമ്പോൾ കുട്ടി ജനിക്കുന്നത് മെൻസസ് ബ്ലഡ് കട്ട പിടിച്ചായിരുന്നു എന്നായിരുന്നു ശാസ്ത്രത്തിൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു ഓവുലേഷൻ സംഭവിച്ച് സിക്താണ്ഡം രൂപപ്പെട്ട് ഗർഭം തുടങ്ങിയിടം മുതൽ പിന്നെ ആർത്തവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ലേ. അപ്പം അന്നത്തെ ശാസ്ത്രജ്ഞന്മാരാലോചിച്ചു, എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല, ഇതിനപ്പുറം ഒരു ഗവേഷണം നടത്താൻ അന്ന് മാർഗമില്ല. അന്നത്തെ ശാസ്ത്രജ്ഞന്മാരാലോചിച്ചു, ഈ മെൻസസ് ബ്ലഡ് കട്ട പിടിച്ചിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്, കാരണം കുട്ടിയുടെ ഉള്ളിലും ചോര തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ച് ഗർഭസ്ഥ ശിശു എങ്ങനെ രൂപപ്പെടുന്നു എന്ന് അന്നത്തെ ശാസ്ത്ര ചിന്തപ്രകാരം പരിശുദ്ധ ഖുർആനിൽ ചേർത്തിരുന്നുവെങ്കിൽ അവിടെ എത്തുമ്പോൾ എടുത്ത് ചാടേണ്ടി വരും നമുക്ക്. കാരണം ഇന്ന് നമുക്കറിയാം, ഒരു തുള്ളി ശുക്ലത്തിൽ 6 കോടിയിലേറെ ബീജഗണങ്ങളുണ്ടെന്ന്. ഒരു തുള്ളിയിൽ 6 കോടി. അതിലൊന്ന് മാത്രമാണ് കുഞ്ഞായി രൂപപ്പെടുന്നതെന്ന്. പരിശുദ്ധ ഖുർആൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതങ്ങടെ അബദ്ധത്ത് പറയാതെ പോയതാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതേക്കുറിച്ച് കൃത്യമായി എന്നെ പറഞ്ഞു, മിന്നു തുഫത്തിൻ, ഒരു തന്മാത്രയിൽ നിന്ന്. അതിന് മാറാൻ ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ തന്നെ എന്ന് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഭ്രൂണശാസ്ത്രം അത്രമേൽ വികസിച്ചു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അറിഞ്ഞ് പഠിച്ചായിരുന്നു ഈ ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ആ ഖുർആനിൽ പല ജാതി അബദ്ധങ്ങൾ വരുമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മൂടിവെച്ച് സംരക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. സൂറത്ത് നിസായിൻ്റെ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തേ ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അള്ളാഹു അല്ല ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളമായ വൈരുദ്ധ്യങ്ങൾ കാണാനാകും. 1, അബദ്ധങ്ങൾ കാണാനാകും. 2, രണ്ടും ഇതിൻ്റെ അർത്ഥമാണ്. വൈരുദ്ധ്യം ഖുർആൻ 2 എടുത്തു വെച്ച് ഇങ്ങനെ കുറച്ചാളുകൾക്ക് പരിശോധിച്ചാൽ മതി. ചില ആളുകളൊക്കെ അങ്ങനെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇത് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഖുർആനിൻ്റെ അഹ്ലുകാർ അത് വേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു മാനക്കേടായി മാറുന്നു. 23 വർഷം കൊണ്ട് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ സങ്കീർണമായ സന്ദർഭങ്ങളിൽ പോലും അവതരിച്ചതാണ് ഓരോ സൂക്തങ്ങൾ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. യുദ്ധത്തിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അവതരിച്ച സൂക്തങ്ങളൊക്കെ ഉണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ 144, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഉഹദ് യുദ്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ മുഖേന സഹാബിവര്യന്മാരിൽ പലരും നബിതങ്ങളെ വിട്ട് ദൂരേക്ക് പോയൊരു സന്ദർഭത്തിൽ എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കൂടി അഭിമായ നബിതങ്ങളെ നിഗ്രഹിക്കാനുള്ള കഠിനാധ്വാനം നടത്തുന്ന സന്ദർഭത്തിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ അവതരിക്കുന്നു. 23 വർഷം വിവിധ ഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ അങ്ങനെ അവതരിക്കപ്പെട്ടൊരു സൂക്തം മറ്റൊരു സൂക്തത്തോട് വിരുദ്ധമല്ല. അബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ദിവസവും അതുവരെ വന്ന ഫയലൊക്കെ പരിശോധിച്ച് വരാൻ പറ്റൂല. കാരണം അവിടത്തേക്ക് വായന അറിയില്ല, എഴുത്തറിയില്ല. സൂറത്തു അൽ അങ്കബൂത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ കൃത്യമായി അള്ളാഹു അത് പറയുന്നുണ്ട്. മാ കുൻത തസ്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ അർതബൽ മുബ്തിലൂൻ. അങ്ങതിൻ്റെ മുമ്പ് ഒരു അക്ഷരവും എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സർവാതിശായിയായ ഒരു ഗ്രന്ഥവുമായി കടന്നു വരുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ദീർഘമായി സംസാരിക്കേണ്ടി വരും. ഖുർആന്റെ ദൈവികതയ്ക്ക് ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 2 മാനദണ്ഡങ്ങൾ, 1 അതിൽ വൈരുദ്ധ്യമില്ല എന്നതാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. രണ്ടാമത്തേതായി സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ വലൗ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. അല്ലാഹുവിൻ്റെ റസൂൽ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, അത് നബിതങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, ആരോപിക്കുന്നുവെങ്കിൽ, അത് ദൈവികമല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, അതിലെ ഒരധ്യായത്തിന് തുല്യമായൊരു അധ്യായമെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവരൂ. സർവരെയും നിങ്ങൾ കൂട്ടിന് വിളിച്ചോളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂടുക, സർവ്വ ജിന്നുവർഗവും ഒരുമിച്ച് കൂടുക, എന്നിട്ട് ഖുർആനിലെ ഒരു അധ്യായത്തിന് സമം മറ്റൊരധ്യായം രൂപീകരിക്കുക. എത്ര ലളിതമാണ് വെല്ലുവിളി.
പക്ഷേ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പലരും ശ്രമിച്ചുവെങ്കിലും ആരും ആ ദൗത്യത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഈ ആധുനിക കാലത്ത് പോലും പലരും ഉണ്ടാക്കി. കൊറോണ കാലത്തൊക്കെ സൂറത്ത് കോവിഡൊക്കെ ഇറക്കി നോക്കി. എന്തുമാതിരി മാനം കിട്ടു. നമ്മുടെ കേരളത്തിലെ യുക്തിവാദി നേതാവ് അതേക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ മാഗസിനുകളിലൊക്കെ മറുപടി വന്നോടുകൂടെ മൂപ്പര് ആ പ്രസംഗം മുക്കിയിട്ടോടി. ഒന്ന്, ഖുറാനിൻ്റെ പല സൂക്തങ്ങളുടെയും പക്കാ കോപ്പിയടിയായിരുന്നു അത്. അതോടുകൂടെ തന്നെ സാഹിത്യ ലോകത്തൊരു വിലയില്ലാതാവും അതിന്. ഖുറാൻ്റെ അതേ ടൂൺ എടുത്തു. അൽ കോവിദ് വൽ ഫൈറൂസിൽ മുബീദ് വൽ അജബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ്. ഇവർക്ക് ദാലൊപ്പിക്കാനൊരു പൂതി, അങ്ങനെയൊക്കെ ദാലാക്കി ലാസ്റ്റ് ഇങ്ങനെ വൽ അജബു വഖാലൽ കാഫിറൂന ഹാദാ മറളുൻ അനീദ് കല്ലാ ബൽ ഹിയ മൗത്തുൽ അകീദ് എന്നൊക്കെ മൂപ്പരാളുണ്ടാക്കി. പെട്ടുപോയി. ഇതൊന്നും അർത്ഥം വെച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ കഥ കഴിഞ്ഞു. വല്ല വൈറൂസിൽ മുഫീദ്, മാരകമായ വൈറസാണ് സത്യം കേട്ടോ. വല്ല അജിബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ്, വിദൂരതയിലുള്ള സീന ചൈനയിൽ നിന്ന് വന്നു എന്നുള്ളത് അവർക്ക് വല്ലാത്ത കൗതുകം. ചൈനക്കാരനെ ആയത്ത് ഓതാൻ തന്നെ പറ്റൂല. ഓനെ സംബന്ധിച്ച് ചൈന വിദൂരല്ല. ഇന്ത്യക്കാരനും പറ്റൂല, നമ്മളെ അയൽവാസിയാണ്, രാഷ്ട്രം എന്നുള്ള നിലക്ക് നോക്കുകയാണ്. പിന്നെ എങ്ങനെ അവർ ഓതുക? മൂപ്പർക്ക് ദാലൊപ്പിക്കണമായിരുന്നു. കാരണം കോവിഡ് എന്നുള്ളിടത്ത് ദാലാണ്. വക്കാലൽ കാഫിറൂൻ, കാഫിരിങ്ങൾ പറഞ്ഞു. യുക്തിവാദികൾക്കാരാ കാഫിർ, അതും നിർണ്ണയിക്കണമല്ലോ. വക്കാലൽ കാഫിറൂന, കാഫിരിങ്ങൾ പറഞ്ഞു. ആരാ കാഫിരിങ്ങൾ? വിശ്വാസികൾക്ക് കാഫിർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. യുക്തിവാദികൾക്കാരാ കാഫിർ? പോട്ടെ, അവരേതെങ്കിലും ഒരു കാഫിറിന് അർത്ഥാക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മുസ്ലിങ്ങളാണോ അല്ല കാഫിർ സങ്കല്പിക്കുക? അവർ പറഞ്ഞോലോ ഇതൊരു മാരകമായ രോഗമാണ്. അവരെല്ലാത്തവരും പറഞ്ഞില്ല അതൊക്കെ ഇതൊരു മാരകമായ രോഗമാണ്. എന്നിട്ട് പറയല്ല, അവർ പറഞ്ഞത് ശരിയല്ല. ബൽ ഹുവ അൽ മൗത്തുൽ അകീദ്, അത് ഉറപ്പിച്ച മരണമാണ്. ഉറപ്പിച്ച മരണം. ഈ കൊറോണ തുടങ്ങിയ സമയത്ത് ചാനലൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴത് മൂപ്പരാൾ ഉണ്ടാക്കിയത്. അപ്പോൾ മൂപ്പര വിചാരം എന്താണ്? കൊറോണ തൊട്ടാ മരിക്കുന്നതാണ്. സത്യത്തിൽ കൊറോണ പിടിച്ച 1% ആളുകൾ പോലും ലോകാടിസ്ഥാനത്തിൽ മരിച്ചിട്ടില്ല. മരിച്ചത് തന്നെയും കൊറോണ കൊണ്ടാണോ ന്യൂമോണിയ കൊണ്ടാണോ എന്നൊക്കെ തർക്കം നടക്കുകയാണ്. ഇയാൾ പറഞ്ഞെന്താണ്? കൊറോണ തൊട്ടാ മരിക്കും. കാഫിര്യങ്ങൾ പറയുന്നത് ഒരു മാരകമായ രോഗമാണ്. അല്ലട്ടോ, അത് മൗത്തുൻ അകീദ്, ഉറപ്പിച്ച മരണമാണെന്നാണ്. കുറേ ഉണ്ട് ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ. ഒത്തുസുലൂബി ഐദീക്കും ബിൽ സാബൂനിൽ ജദീദ് നോക്കണ്ട. പുതിയ സോപ്പ് കൊണ്ട് നിങ്ങളെ കൈ കഴുകിയെന്ന്. പഴയത് പറ്റൂല. ഓരോ സമയത്തും എന്ത് ചെയ്യണം? സോപ്പ് ഇങ്ങനെ പാക്കറ്റ് പൊട്ടിച്ച് ഇങ്ങനെ പുതിയ സോപ്പ് എടുക്കണം. വലാ തസ്തറു സബീദ് എന്നുണ്ട്. മൈദ വാങ്ങരുത് അങ്ങാടിക്ക് പോയിട്ട്. കൊറോണ അങ്ങനെ നോക്കും ലിസ്റ്റിക്ക്. അരിയാണോ കുഴപ്പമില്ല, പൊട്ടേന്ന് കരുതുക. പഞ്ചസാരയാണോ കുഴപ്പമില്ല, മൈദ ഉണ്ട്, ഒറ്റ കടിയായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ദാലൊപ്പിക്കാൻ വേണ്ടി മൂപ്പര് കാട്ടിയ കുറേ കോപ്പറേറ്റീവാണിത്. അതുകൊണ്ട് തന്നെ എടുത്തുപോയി. കേരളത്തിൽ പ്രഭാഷണം നടത്തിയ ആളുകളൊക്കെ കുറ്റി പറിച്ചു പോയി. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അൽമുഞ്ചിദ് എന്ന് പറയുന്ന എത്ര തടിച്ച ഭാഷാനി കൊണ്ടുണ്ട്. ഈ മുത്തലിങ്ങൾക്കൊക്കെ അറിയാം. അറബി പഠിക്കാൻ ഇന്നും ആധികാരികമായി പലരും ഉപയോഗിക്കുന്നതാണത്. പല കോളേജുകളിലും നമ്മുടെ വർക്കസ് ലൈബ്രറിയിലൊക്കെ എത്ര ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. ആ സാധനം ഉണ്ടാക്കിയത് ഫാദർ ലൂയിസാണ്. ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായിരുന്നു, ഇസ്ലാം വിരോധിയായിരുന്നു. അയാൾക്ക് പറ്റുന്നിടത്തൊക്കെ അയാൾ ഇസ്ലാം വിരുദ്ധത എത്തിച്ചേർത്തിട്ടുണ്ട്. മുഞ്ചിദിൻ്റെ അയലാം 100% ഇസ്ലാം വിരുദ്ധാണ്. വ്യക്തിപരിചയം നടത്തുന്നതിൻ്റെ 2ാം ഭാഗത്ത് ബൈബിളാണ് മൊത്തം ഉദ്ധരിച്ചത്. ലൂത്ത് നബി വ്യഭിചാരിയാകുന്നത് പോലും അതിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട്? പഴയ നിയമം ബൈബിളിൽ അങ്ങനെയാണ് ലൂത്ത് നബിനെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം പറയുന്നിടത്തും പരമാവധിക്കപ്പുറം അയാൾ ക്രിസ്ത്യാനിസം കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത് സംബന്ധമായി സ്വതന്ത്ര കിതാബ് പോലും ഉണ്ട്. അൽമുഞ്ചിദിലുള്ള ഇസ്ലാം വിരുദ്ധതകളെക്കുറിച്ച് പറയുന്ന ആധുനിക ഗ്രന്ഥങ്ങളുണ്ട്. അത്രക്ക് ഉഷാറുണ്ടായിരുന്നു ആ വിഷയത്തിൽ ആ ചങ്ങാതി. പക്ഷേ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ സാധനവും കൊണ്ടുവന്നില്ല. നല്ല അറബി ഭാഷ അറിയാം. അതുകൊണ്ട് എത്ര തടിച്ച അറബിനി കണ്ടു നിർമ്മിക്കുന്നത്. അറബി ഭാഷ അറിയുന്നത് കൊണ്ട് തന്നെ മൂപ്പരിക്ക് അറിയാം ഖുർആൻ്റെ പകരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാളും. എന്നിട്ടാ ഏതോ ഒരു ജീലി, സദക്കൽ ജീലിയുൽ അലീം എന്നതിൻ്റെ അവസാനം. സദക്കല്ലാഹുൽ അലീം നമ്മൾ പറയണതിന് പകരം അതും ഖുർആനിലുണ്ടെന്ന് പൊട്ടാടി മനസ്സിലാക്കി. അതും ഖുർആനിലുണ്ട്. എന്നിട്ടാ സൂറത്ത് കോവിദിൻ്റെ അവസാനത സദക്കൽ ജീലിയുൽ അലീം. ഓൻ്റെ പേര് ജീലി എന്നാണ്. ഓൻ സത്യം പറഞ്ഞു. നിജാതി പോയത്തെ പറഞ്ഞിട്ട് പച്ചപ്പുള്ള ലാസ്റ്റ് പിന്നെയും പറയും ഓൻ സദക്കാന്ന്. ഓൻ സത്യ പറഞ്ഞത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ. ഈ വെല്ലുവിളി അന്നു മുതൽ ഇതുവരെ നിലനിൽക്കുന്നുണ്ട്. ലബീദ് റളിയല്ലാഹു അൻഹു പോലും അത് സ്വീകരിക്കാൻ 1 വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ കവിയായിരുന്നു. കവി എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ.
ഷാഇർ എന്ന് പറഞ്ഞാൽ ഷുഊറിൽ നിന്ന് നിഷ്പന്നം. ഷുഊർ എന്ന് പറഞ്ഞാൽ നല്ല വിജ്ഞാനം, വിസ്ഡം, അതിൽ നിന്ന് പോരുന്ന ആളാണ് ഷാഇർ. അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു കവി. നാഴത്തേനാക്കൽ കൗസർ എന്ന് പറയുന്ന ചെറിയ അധ്യായം ഇറങ്ങിയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിനെങ്കിലും ഒരു പാരഡി നിർമ്മിച്ചു തരൂന്ന്. അങ്ങനെയാണ് അദ്ദേഹം അതിന് 1 വർഷത്തെ സമയം ചോദിക്കുന്നത്. ആ 1 വർഷം അദ്ദേഹം കുറേ മാസങ്ങളോളം പണിയെടുത്തു. ആ ഇടക്കാണ് ഒരാൾ അർ-റഹ്മാൻ സൂറത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഅബയിൽ എഴുതി തൂക്കിയത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് വായിക്കുന്നതോടുകൂടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ഓടുന്നു, മഹാദാ ഖൗലുൽ ബഷർ എന്നും പറഞ്ഞിട്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വലിയ കവിയായിരുന്നല്ലോ, വലിയ സാഹിത്യ പ്രഭുവായിരുന്നല്ലോ, എന്തേ ഇപ്പോൾ ഒരു കവിതയും രചിക്കാത്തത്? അദ്ദേഹം പറയുന്നുണ്ട്, കഫാനി അൽ ഖുർആനുൽ അദീം, ഖുർആനുൽ അദീം എന്നെ ഒതുക്കിക്കളഞ്ഞു. ഖുർആന്റെ സൂര്യ തേജസ്സിന് മുമ്പിൽ എൻ്റെ മെഴുകുതിരിവട്ടത്തിന് എന്ത് പ്രസക്തി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ. വിരുദ്ധങ്ങളില്ല, അതിലുള്ള പ്രവചനങ്ങൾ ദീർഘമായി സംസാരിക്കേണ്ട ഒരു സംഗതിയാണ്. ഏറ്റവും പുതിയൊരു ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട്, 180ഓളം പേജുണ്ട് ഖുർആനിലെ പ്രവചനങ്ങളെ കുറിച്ച് മാത്രം. നമ്മൾ ആലോചിച്ച് നോക്കുക, സൂറത്തുൽ മസദിനെ കുറിച്ച്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അബൂലഹബ് നശിച്ചുപോയി, അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വതബ്ബ, അതങ്ങനെ സംഭവിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഖുർആനിൽ എന്തെങ്കിലും ഒരു വൈകല്യം കാണാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന ശത്രുക്കൾക്ക് ഈ അബൂലഹബിനെ കുളിപ്പിച്ചൊരുക്കിയിട്ട് ഈ ഒന്ന് ഇസ്ലാമായിട്ട് അഭിനയിക്കുന്നു മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ ഒരിക്കലും നന്നാവൂല, അയാൾ നശിച്ചിരിക്കുന്നു എന്ന് റബ്ബ് തആല കട്ടായം പറയുന്നു. ഈ ആയത്തിനെ നിഷ്പ്രഭമാക്കാൻ അബൂലഹബ് ഇസ്ലാം ആശ്ലേഷിച്ചതുപോലെ അഭിനയിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം ഇസ്ലാമിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നശിച്ചു എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമിലെ അയാളും നശിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഖുർആനിന് പ്രസക്തിയില്ല. പക്ഷെ അബൂലഹബിനോ അബൂജഹലിനോ അന്നത്തെ വലിയ വലിയ ശത്രുക്കൾക്ക് ആർക്കും തോന്നിയില്ല, നമുക്ക് അബൂലഹബിനൊന്ന് കുളിപ്പിച്ചിട്ട് മുസ്ലിമായിട്ട് അഭിനയിപ്പിക്കാം എന്ന്. അയാൾ മരിച്ചത് എങ്ങനെയാണ്? ഏതോ ഒരു മരുഭൂമിയിൽ കടന്നു മരിച്ചു. ഗംഭീരമായ ദുർഗന്ധം വന്നു, മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോവും അടുത്തേക്ക് പോയാൽ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണ്ടേ? കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ദൂരത്തൊരു കുഴി കുത്തി, അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. എന്നിട്ട് നീണ്ട കോലെടുത്തിട്ട് ഉന്തി 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 ഡെഡ് ബോഡി അതിലേക്ക് വീഴ്ത്തി. ഇനി മണ്ണിട്ട് മൂടണ്ടേ? കൈക്കോട്ടുമായിട്ട് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ മൂക്ക് പൊറിഞ്ഞു. അവർ ദൂരെ നിന്ന് കല്ലെടുത്തെറിഞ്ഞ് ആ കുഴി നികത്തി എന്നാണ്. വതബ്ബ, അതങ്ങനെ തന്നെ സംഭവിച്ചു. അവരുടെ മുന്നിൽ അത് കണ്ടു. വലിയ ശത്രുക്കളെല്ലാവരും ഇത് അനുഭവിച്ചു. അവർക്ക് എന്തുകൊണ്ട് ഖുർആനെ തോൽപ്പിക്കാൻ വേണ്ടി അബൂലഹബിനെ മുനാഫിക്കാക്കി ഒന്ന് അവതരിപ്പിക്കാമായിരുന്നില്ല? എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, മുനാഫിഖീങ്ങൾ. ഇസ്ലാമായി അഭിനയിക്കുന്നു, ഇസ്ലാമിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നു, എന്നാലോ ഉള്ളുകൊണ്ടവർ കടുത്ത ശത്രുക്കളുമാണ്. അബൂലഹബ് അങ്ങനെ പറഞ്ഞാൽ ഈ മസദ് സൂറത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, റസൂലിനെ ഉപദ്രവിക്കാൻ വേണ്ടി വിറകും കമ്പും ചുമന്ന് റസൂലിൻ്റെ വഴിയൊക്കെ തടസ്സപ്പെടുത്തിയിരുന്ന അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, അവരും നശിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയാണ്. വളരെ ഗൗരവത്തിൽ നമ്മളിത് പഠിക്കണം. അവരും നശിച്ചു. സത്യത്തിൽ അബൂലഹബിന് അന്ന് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെയാണ് 2 പേർ കല്യാണം കഴിച്ചിരുന്നത്. ഈ ആയത്തിറങ്ങിയതോടുകൂടി അവർ 2 പേരും റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് മക്കളെ അവിടെ തള്ളി റസൂലിനെ ആക്ഷേപിച്ചൊക്കെ പോയി. ആ യാത്രയിൽ ഒരാളെ സിംഹം പിടിച്ചു, ബാക്കി 2 പേർ അവിടെയുണ്ട്. റസൂലിൻ്റെ ശക്തരായ എതിരാളികളായിരുന്നു, വളരെയേറെ ആക്ഷേപം ചൊരിയുന്നവരായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വാപ്പയെ കുറിച്ച് ഇങ്ങനെയുള്ള ആയത്തിറങ്ങിയതോടുകൂടെ അവരുടെ ശത്രുത ഇരട്ടിച്ചു വന്നു. ഈ ഒരു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ അവതരിപ്പിക്കുന്ന സൂറത്തുൽ മസദിൽ വംറഅതുഹു, അബൂലഹബിൻ്റെ ഭാര്യ നശിച്ചു എന്നേ പറയുന്നുള്ളൂ. ഉസ്റത്തുഹു, അയാളുടെ കുടുംബം എന്ന് പറയുന്നില്ല. ആലുഹു അഹ്ലുഹു ഒന്നും പറയണില്ല. ഭാര്യ നശിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അബൂലഹബ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ശരിക്കും എളുപ്പമുണ്ടായിരുന്നു ഉസ്റത്തുഹു, അയാളുടെ കുടുംബം എന്ന് പറയണമെങ്കിൽ. കാരണം അത്ര വലിയ ശത്രുക്കളാണ് 2 മക്കളും. എന്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല? എല്ലാം അറിയുന്ന റബ്ബിൻ്റെ വചനമാണത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 2 മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂലഹബിനെ പോലെ തന്നെ കഠിന ശത്രുവായി ഭാര്യ മരണപ്പെട്ടു. എങ്ങനെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറേ കാലം കഴിഞ്ഞ് ഇവർ ഇസ്ലാമിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാവുക?
മാഹാദാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യവചനമേയല്ല. മനുഷ്യവചനമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകല്യങ്ങളും അതിലില്ല. ഈ ഖുർആൻ അവതരിച്ച മാസം ഖുർആൻ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ പല സൂക്തങ്ങളും പല അധ്യായങ്ങളും കാണാതെ പഠിച്ച് നമ്മുടെ ഹൃദയത്തെ അലങ്കരിക്കാനും ഈ ഒരു മാസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്, അതിൻ്റെ വിശദീകരണമാവുന്ന തിരു ഹദീസുകളുമുണ്ട്. അതാണ് ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, മറ്റുള്ളവർക്ക് ആർക്കും അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതയും. അതുകൊണ്ടാണ് എല്ലാവരും വട്ടം ചേർന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ അവരുടെ വിചാരങ്ങൾക്കൊത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ മാഇദയുടെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ, നിങ്ങളെല്ലാവരും ഈ ജാഹിലിയ കാലത്തെ വിധിയും അന്നത്തെ തീരുമാനങ്ങളും പിന്തുടരുകയാണോ? നമ്മളത് ഓരോരുത്തരും ചോദിക്കണം. നമ്മുടെ വേഷം ഇസ്ലാമിൻ്റെതാവണ്ടേ എന്ന് ചോദിക്കണം ചെറുപ്പക്കാർ. നമ്മുടെ ഹെയർ കട്ട് ഇസ്ലാമിൻ്റെതാവണ്ടേ എന്ന് ചോദിക്കണം. നമ്മുടെ വാക്കും നോക്കും സംസാരവും ബോഡി ലാംഗ്വേജും ഇസ്ലാമിൻ്റെതാവണ്ടേ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാം സമ്പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാനുള്ള പരിശീലന പീരീഡാണ് പരിശുദ്ധ റമദാൻ. പൂർണ്ണമായ രീതിയിൽ റമദാനിലേക്ക് എത്തണം. പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ നിമിഷത്തെയും മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സംസ്കാരം മാറ്റിക്കൊണ്ടിരിക്കുന്ന, സ്പെയിനിലൊക്കെ ഇസ്ലാമിനെ തോൽപ്പിച്ചത് സാംസ്കാരികമായ അധിനിവേശം വഴിയായിരുന്നു. ഉന്തുലുസ് എന്ന് പറയുന്ന പഴയകാല സ്പെയിൻ ഇസ്ലാമിൻ്റെ അഭിമാനമായിരുന്നു. യൂറോപ്യന്മാർക്ക് അക്കവറിക്ക് നടക്കുന്ന കാലത്ത് അവർക്ക് ശാസ്ത്രബോധം ഉണ്ടായത് സ്പെയിനിലെ കോർഡോവയിലൂടെ മുസ്ലിങ്ങളായിരുന്നു എന്ന് ജവഹർലാൽ നെഹ്റു പോലും എഴുതി വെച്ചിട്ടുണ്ട്. വേറെയും ധാരാളം പുസ്തകങ്ങളിൽ അതുണ്ട്. അങ്ങനത്തെ ഇസ്ലാമിൻ്റെ അഭിമാനമായിരുന്ന സ്പെയിനിൽ ഇന്ന് ഏകദേശം ഇസ്ലാം കേട്ടുകേൾവിയാണ്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സ്പെയിനിൽ ഇസ്ലാം ശക്തമായി വേരോട്ടം നടത്തുന്നു എന്നുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അതുപോലെ നമ്മളെയും സാംസ്കാരികമായ അധിനിവേശം നടത്തുന്ന ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ റമദാൻ വഴി എല്ലാ വിപത്തുകളെയും പ്രതിരോധിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി വളരാനും ജീവിക്കാനും ആ ഒരു ജീവിതം പരിശീലിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക്, ഹദീസുകളിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മുൻകഴിഞ്ഞ റമദാനുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റമദാനും സമ്പൂർണ്ണമായി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. മർക്കസ് സംരംഭങ്ങൾക്കും ധാരാളമായി സഹായം ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും പടച്ച റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. നിരവധിയായ രോഗികളെക്കുറിച്ച് നേരത്തെ നമ്മുടെ ഉസ്താദ് ഇവിടെ പരാമർശിച്ചു. എല്ലാവർക്കും നീ ശമനം നൽകണേ തമ്പുരാനെ. നല്ല ഇസ്സത്തോടുകൂടെ, ഇഫത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ ജീവിതം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏത് ഘട്ടത്തിലും പരിശുദ്ധ ഇസ്ലാമിൽ പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സാംസ്കാരികമായ പൈതൃകത്തെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ പരമ്പരയിലും വിദ്യാർത്ഥി പരമ്പരയിലും ഖിയാമത്ത് നാൾ വരെ ഒരാളെപ്പോലും നീ മുർത്തദ്ദാക്കരുത് റഹ്മാനെ, ഫാസിഖാക്കരുത് റഹ്മാനെ, മുബ്തദി ആക്കരുത് റഹ്മാനെ. നിന്നെയും നിൻ്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൻ്റെയും തിരു ഹദീസിൻ്റെയും സേവകന്മാരായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധകരായ പ്രചാരകരായ നല്ല വിശ്വാസികളായി ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷിയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ഭാഗങ്ങളും റമദാനിൻ്റെ മഹത്വം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഖബർ ജീവിതം തന്നെ സ്വർഗീയ ജീവിതമായി ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله